ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ റെസിപ്പി ഉള്ളി മസാലകളൊന്നും വഴറ്റിയെടുക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്നാക്സിലേക്ക് വേണ്ടിയിട്ട് 2 മുട്ട നല്ലപോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഗ്രേറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ രീതിയിൽ ചെറുതായിട്ട് കട്ടാക്കി എടുത്താൽ മതിയാകും. ഇനി കട്ടാക്കി വെച്ചിട്ടുള്ള മുട്ട മൊത്തത്തിൽ മറ്റൊരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പകുതിയോളം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കുക്കുംബർ ഗ്രേറ്റ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ കട്ടാക്കി എടുത്താലും മതിയാകും. ഒരു മീഡിയം വലുപ്പത്തിലുള്ള കുക്കുംബറിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തക്കാളി ചെറുതായിട്ട് കട്ടാക്കിയതും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കുരു കളഞ്ഞിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു ചെറിയ തക്കാളിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചധികം മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പുതിനയില ആവശ്യമില്ല, ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയില ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇതുപോലെ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നിറച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ മയോണൈസ് ഉണ്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ ഇതിൽ മയോണൈസിൽ ഉപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ കൂടി പോകും. നല്ല പോലെ എല്ലതും മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിവിടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കിട്ടാനായിട്ട്. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. പിന്നെ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കണ്ട. ഇതിലേക്ക് ഫില്ല് ചെയ്യാൻ നേരത്തെ മാത്രം ചെയ്തെടുത്താൽ മതിയാകും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് വരും. ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് കറക്റ്റായിട്ട് 5 സ്നാക്സ് ആണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക. അതിനായിട്ട് 10 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രെഡിൻ്റെ 4 സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. 2 പീസ് ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കാരണം ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 2 ബ്രെഡാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. ഇനി എല്ലാതും ഇതേ രീതിയിൽ 4 സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഈ ഒരു ബ്രൗൺ പോർഷൻ കളയേണ്ട ആവശ്യമില്ല. അതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ആവശ്യമായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒന്ന് പൊടിച്ചിട്ട് എടുത്താൽ മതി. 10 പീസ് ബ്രെഡ് സൈഡൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ 5 സ്നാക്സ് ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക. ഇതവിടെ ഇരിക്കട്ടെ. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ എടുത്താലും മതിയാകും. കോൺഫ്ലവർ ഉണ്ടെങ്കിൽ പുറം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നല്ല പോലെ അടിച്ചെടുക്കുക. അടിച്ചെടുത്ത മിക്സ് ഇതുപോലെ ഒരു ബൗളിലേക്ക് മൊത്തത്തിലങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതവിടെ ഇരിക്കട്ടെ. നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ബ്രൗൺ പോർഷൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പോലെ പൊടിച്ചെടുത്തതാണ്. ഇതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ട് 2-3 ടീസ്പൂൺ നിറച്ചിട്ട് തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ എൻഡിലേക്കായിട്ട് ഫില്ലിങ് ആക്കി കൊടുക്കരുത്. അപ്പോൾ ഇത് ബോക്സ് രൂപത്തിലാക്കി എടുക്കുമ്പോൾ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇതിനെ മറ്റൊരു പീസ് ബ്രെഡ് വെച്ചിട്ട് നല്ല പോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതവിടെ ഇരുന്നോളും. അപ്പോൾ ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാതും ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ട് എടുക്കുക. പിന്നെ അത്യാവശ്യം ഫില്ലിങ് വെക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു സ്നാക്സ് കഴിക്കുമ്പോൾ. പിന്നെ ബ്രെഡ് എടുക്കുമ്പോൾ ചെറിയ സൈസ് ബ്രെഡ് എടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. ഇനി ആദ്യം 4 സൈഡും ഈ ഒരു മുട്ടയിൽ നന്നായിട്ടങ്ങ് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് മുക്കിയെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മുട്ട ബ്രെഡ് പെട്ടെന്ന് വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പോൾ 4 സൈഡും നല്ല രീതിയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ബ്രെഡ് കംസിലിട്ട് അങ്ങനെ കോട്ട് ചെയ്യുക. അടിയിലും മേൽഭാഗത്തായിട്ട് കുറച്ച് മുട്ടന മിക്സ് മാത്രമേ ആക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എണ്ണ കുടിക്കും കേട്ടോ. ഒത്തിരി അങ്ങ് എണ്ണ കുടിക്കും. ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. എല്ലാതും ഇതേ രീതിയിൽ അങ്ങ് ചെയ്തിട്ടെടുക്കാം. 5 സ്നാക്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിൽ അങ്ങ് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അതിനായിട്ട് എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല പോലെ ചൂടായിട്ട് വന്നാൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഓരോ സ്നാക്സും എണ്ണയിലിട്ട് അങ്ങ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പിന്നെ ഒരു പ്രാവശ്യം തന്നെ ഇതുപോലത്തെ പരന്നിട്ടുള്ള പാനൊക്കെ എടുക്കുകയാണെങ്കിൽ 2-3 സ്നാക്സൊക്കെ ഒന്നിച്ച് ഇട്ടെടുക്കാൻ വേണ്ടി പറ്റും. ഒരു സൈഡ് നന്നായിട്ട് കളർ ചേഞ്ചായി വന്നാൽ തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ രണ്ടെണ്ണ ഇതാ നല്ല പോലെ കളർ മാറിയിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. പിന്നെ ഒത്തിരി സമയം ഇട്ടിട്ട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക, കാരണം ഇതിൻ്റെ ഉള്ളിൽ വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ബാക്കി എല്ലതും ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. 5 സ്നാക്സ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബോക്സ് ഒരാൾക്ക് ഒരെണ്ണം തന്നെ മതിയാകും, അത്രയും വയറ് നിറയാനായിട്ട് ഉണ്ടാകും. പിന്നെ നല്ല രീതിയിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ ഒരു സ്നാക്സ് കഴിക്കുമ്പോൾ. പിന്നെ ഒട്ടും എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല. ഒത്തിരി മുട്ടയിലിട്ടിട്ട് കുതിർത്തിയെടുത്താലാണ് എണ്ണ കുടിക്കുന്ന ഒരു പ്രശ്നം വരിക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്